ഇന്നലത്തെ വിഷുസദ്യ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് എല്ലാവരും കാണിക്കാൻ മറന്നുപോയി ട്ടോ. പഴം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഉപ്പിലിട്ടത്, ചോറ്, അവിയല്, സാമ്പാറ്, അതുപോലെ തന്നെ തോരൻ, നമ്മുടെ അച്ചിങ്ങ പയറില്ലേ? പയറ് മെഴുക്ക് വരട്ടിയല്ല തോരനായിരുന്നു. പിന്നെ എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓലൻ ഉണ്ടായിരുന്നു, പപ്പടം, മുത്തശ്ശിയുടെ പരിപ്പ് പായസം. പരിപ്പും പഴവും പപ്പടവും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ലാസ്റ്റ് അങ്ങനെ ഒരു കോംബോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയായിരുന്നു സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളൊന്ന് പറയൂ ട്ടോ. ഇത്തവണ നമ്മള് മിസ് ചെയ്തത് മുത്തശ്ശിയുടെ പുളിയിഞ്ചിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സേമിയ പായസോ, പാലട പായസോ അങ്ങനെ ഒരു വൈറ്റ് കളറുള്ള പായസവും മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. കണി കണ്ടതിന് ശേഷം അമ്മ പിന്നെ കിടന്നുറങ്ങിയതൊന്നും ഉണ്ടായിരുന്നില്ല ട്ടോ. ഞങ്ങളൊന്ന് മയങ്ങിയിട്ടുണ്ടായിരുന്നു. അമ്മ അപ്പോഴത്തേക്കും എല്ലാ കൂട്ടാനുകളും ചോറും ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലായിപ്പോയി. അമ്മയാണ് ട്ടോ ഇതെല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ മുത്തശ്ശി പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ ഓലൻ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഈ ഒരു പാത്രത്തിന്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 5 സെറ്റ് ആയിട്ടുള്ള ഒരു പാത്രമാണ്. അതിന്റെ കൂടെ മുത്തശ്ശിയുടെ കയ്യിലുള്ള ഈ ഒരു 5 വലിയ സ്പൂണും കൂടെ കിട്ടും. ലിങ്ക് ഇവിടെ എവിടെയെങ്കിലും ഞാൻ സ്ക്രീനിൽ കൊടുക്കാട്ടോ.